Hello. Welcome to Market Discussion of the Day. Today, November 21st, 2024. സോ നമ്മൾ മാർക്കറ്റ് ഡിസ്കഷന് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഇന്നലെയും പറഞ്ഞ കാര്യമാണ് എന്താണ് നമ്മളുടെ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നവംബർ 25th 2024, അതായത് അടുത്ത മൺഡേ നമുക്കൊരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 2 ബാച്ചായിട്ടായിരിക്കും തുടങ്ങുക. ഇന്ത്യൻ ടൈം 7:30 മണിക്കും 10:30 മണിക്കും ആയിരിക്കും ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഓൾറെഡി തന്നെ രജിസ്റ്റർ ചെയ്തു. ഓക്കെ, അപ്പം ലിമിറ്റഡ് സീറ്റ്സ് ആണുള്ളത്. അതുകൊണ്ടിട്ട് തന്നെ ഇത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ളൊരു ഫോറക്സ് ട്രേഡിംഗ് ക്ലാസ് നിങ്ങൾക്ക് ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ ഒരു അഡ്വാൻസ്ഡ് ക്ലാസ് ഒന്നുമല്ല ഇത്. ഓക്കെ, ഓൾറെഡി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എത്രമാത്രം ഉപയോഗപ്പെടും എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഒരു ബിഗിനർ ലെവലിലുള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ലൊരു ക്ലാസ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ ക്ലാസ്സിന് ശേഷം നമ്മൾ ഡെമോ അക്കൗണ്ടിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ലൈവ് അപ്ഡേറ്റ് ആയിട്ട് ദിവസം വൈകുന്നേരം 6 മണിക്ക് ഒരു ലൈവ് അപ്ഡേറ്റും നിങ്ങൾക്ക് തരും എല്ലാ ദിവസവും. ഇതെല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഓക്കെ, അതിനുശേഷം ഏകദേശം ഒരു 1.5 മാസം നിങ്ങൾ ഈ ഡെമോ അക്കൗണ്ടിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉറപ്പുണ്ട് ട്രേഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ റിയൽ മണി ഇട്ട് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഞാൻ ഇന്നലെയും പറഞ്ഞ കാര്യമാണ്. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ദിവസം നമ്മൾ വെറും 5 മിനിറ്റ് മാത്രം ഈ ഒരു മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്താൽ മതി. 5 മിനിറ്റ് മാത്രം മാർക്കറ്റിൽ നോക്കിയിരുന്ന് എങ്ങനെ ഈ ഒരു ട്രേഡ് നടത്തിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ഈ ഒരു കോഴ്സ് കൊണ്ട് നമ്മൾ പഠിപ്പിച്ചു തരുന്ന കാര്യം. ഓക്കെ, അതുകൊണ്ടിട്ട് തന്നെ ഇപ്പം വർക്ക് ചെയ്യുന്ന ഒരാൾ, ജോലിക്ക് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കുന്ന ആൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കരമായ ആപ്റ്റായിട്ടുള്ളൊരു ട്രേഡിംഗ് മെത്തേഡാണ് ഞങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ള കാര്യം. നമ്മൾ നേരെ ഫണ്ടമെൻ്റൽസിലോട്ട് വരുമ്പം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്താണ് റഷ്യ ഉക്രൈൻ വാറ് കുറച്ചും കൂടെ കുറച്ച് ടെൻഷൻ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ റഷ്യ അവിടെ യുക്രൈൻ റഷ്യയിൽ ആക്രമണം നടത്തി എന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ഇപ്പം റഷ്യ ന്യൂക്ലിയർ വെപ്പൺ യൂസ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ പല സ്റ്റേറ്റ്മെൻറ്റ്സും ഈ റഷ്യ ഉക്രൈൻ വാറിൽ വരുന്നുണ്ട്. ഈ ഒരു വാർ നടക്കുന്നുണ്ട് നമ്മൾ ട്രേഡ് എടുക്കണ്ട എന്നൊന്നും അതിന് അർത്ഥമില്ല. പക്ഷേ ഈ ഒരു വാർ കാരണം 2 പ്രോഡക്റ്റിൽ, ഒന്ന് നമ്മുടെ യൂറോയിലും രണ്ടാമത് ഗോൾഡിനും ഇത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. ഓക്കെ, യൂറോയിൽ ഇത് ഭയങ്കരമായ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുമെങ്കിൽ ഗോൾഡ് ഇതിനെ അത് നല്ല പോസിറ്റീവായിട്ട്, അതായത് ഗോൾഡ് അപ് ട്രെൻഡിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് ഈ ഒരു വാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടിട്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങളൊരു ഈ 2 പ്രോഡക്റ്റിലും ഒരു പ്രോഡക്റ്റിലും ഞാൻ പറയും. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഗോൾഡിലും അതേപോലെ തന്നെ നമ്മുടെ യൂറോയിലും സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ റിസ്ക് മാനേജ് ചെയ്യാതെ ഒരു ട്രേഡ് പോലും എടുക്കരുത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ട്രേഡുകൾ എടുക്കാനായിട്ട്. ഓക്കെ, അതായത് പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് ഇടുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് പറയാനുള്ളത്. ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുക, സ്റ്റോപ്പ് ലോസ് ഇടുക, കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടുക. ഏതൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാലും ഗോൾഡൊക്കെ സെൽ സൈഡ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്റ്റോപ്പ് ലോസ് ഇടുക. ഉറപ്പായിട്ടും ഞാൻ ഒരിക്കലും സെൽ സൈഡിലോട്ട് നിൽക്കാനായിട്ട് ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷേ എന്നാലും സ്റ്റോപ്പ് ലോസ് ഇട്ട് ചെയ്യുക എന്നുള്ളതാണ്. JPY കുറിച്ച് പറയുകയാണെങ്കിൽ JPY നമ്മൾ കണ്ടു ഇന്നലെ ഓൾ ടൈം ഇന്നലെ 156 അടുത്ത് വന്നിട്ട് പിന്നെ താഴോട്ട് പോയി ഓൾമോസ്റ്റ് 154.26 ആ ഒരു ലെവൽ നിൽക്കുകയാണ്. നമുക്ക് ഈ ഒരു 154 അടുത്ത് കിട്ടുകയാണെങ്കിൽ ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ വേണമെങ്കിൽ ഒരു 0.3 ലോട്ട് ബൈ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് നോക്കാവുന്നതാണ്. പക്ഷേ നമുക്ക് ഏറ്റവും നല്ലൊരു ബൈ പോയിന്റ് എന്ന് പറയുന്നത് 152 തന്നെയാണ്. ഓക്കെ, 152 കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ബൈ ചെയ്യുക, നല്ല ക്വാണ്ടിറ്റി തന്നെ ബൈ ചെയ്യുക. 151.40 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടുക എന്നുള്ളതാണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി. 154 ബൈ എടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ ലോട്ട് ബൈ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, നേരെ നമ്മൾ യൂറോയിലോട്ട് വരെ. യൂറോയിൽ നിന്ന് എനിക്കിപ്പോൾ തൽക്കാലം പറയാനുള്ളത് സ്റ്റേ എവേ ചെയ്ത് നിൽക്കാനായിട്ടാണ്. പക്ഷേ 1.0700 മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അവിടുന്ന് ബൈ ചെയ്യുന്നതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യൊരു ബെറ്റർ ബൈ പോയിന്റ് ആയിരിക്കും അത്. ഇപ്പോൾ വേണമെങ്കിലും റിസ്ക് എടുത്ത് ബൈ ചെയ്യേണ്ട ആൾക്കാർക്ക് ബൈ ചെയ്യാം. 1.0460 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ളത് മാത്രമാണ് അതിനകത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം. ഓക്കെ, നമ്മൾ GBP നോക്കുകയാണെന്നുണ്ടെങ്കിൽ GBP ഇപ്പോൾ 1.2700 വരെ മെനഞ്ഞാന്നത്തെ ക്യാൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ക്യാൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 1.262
ആ ഒരു ലെവലിൽ നിൽക്കുകയാണ്. ഇപ്പോൾ വേണമെങ്കിലും നമ്മൾ ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ ഒരു 0.3 ലോട്ട് എടുത്ത് ബൈ ചെയ്ത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷേ ഒരു ബെറ്റർ ബൈ പോയിന്റ് എവിടെയാണെന്ന് വെച്ചാൽ 1.0500 ആണ് ഒരു ബെറ്റർ ബൈ പോയിന്റ് എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബൈ പോയിന്റ്. ഓക്കെ, ഞാൻ GBPയിൽ ഒരു കാരണവശാലും ഞാൻ സെല്ല് റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഗോൾഡിലോട്ട് വരികയാണെങ്കിൽ ഗോൾഡ് ഫ്ലൈ ചെയ്യുകയാണ് അല്ലേ. ഇന്നലെ നമ്മൾ കണ്ടു ഇന്നലെ നമ്മൾ മാർക്കറ്റ് ഡിസ്കഷൻ നടന്ന സമയത്ത് മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു 2630 മാർക്കറ്റ് ഒന്ന് താഴോട്ട് ജസ്റ്റ് റീട്രേസ് ചെയ്ത് 2618 വരെ പോയിട്ടുണ്ടായിരുന്നു. 18 വരെ പോയതിന് ശേഷം മാർക്കറ്റ് ഇപ്പം മുകളിലോട്ട് പോയി. ഇപ്പം ഓൾമോസ്റ്റ് വീണ്ടും അല്ലേ ഏകദേശം 2670 നിൽക്കുകയാണ് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ്. അപ്പോൾ അത് എന്താ പറയുക, മാർക്കറ്റ് 2680 ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. 80 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 2730 പിന്നീട് ചിലപ്പോൾ അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2780 ഓൾ ടൈം ഹൈ വരെ പോകാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് നമ്മൾ കാണുന്നത്. ചിലപ്പോൾ അതും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റിയും നമ്മൾ കളഞ്ഞുവിടാന്നുള്ളതാണ്. അതുകൊണ്ടിട്ട് ഗോൾഡ് ഒരിക്കലും ഞാൻ സെല്ല് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ബൈ മാത്രമേ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. സപ്പോസ് നിങ്ങൾക്ക് സെല്ല് എടുക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് സെല്ലെടുക്കുക എന്നുള്ളതാണ്. കാരണം നാളെ ഫ്രൈഡേ ആണ്. നാളെ ഉറപ്പായിട്ട് ഈ ആഴ്ച ഓൾമോസ്റ്റ് 2562 നിന്നിട്ടാണ് 2766, ഓൾമോസ്റ്റ് ഒരു 1000 പിപ്പോളം മുകളിലോട്ട് പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ 1000 പിപ്പോളം മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു 400 പിപ്പെങ്കിലും താഴോട്ട് വരാനായിട്ടുള്ള ചാൻസുകളുണ്ട്. ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടിട്ട് തന്നെ നാളെ ഫ്രൈഡേ ആണ്. നാളെ ഫ്രൈഡേ ആയതുകൊണ്ടിട്ട് തന്നെ നാളെ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കാരണം US ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള സമയം എന്ന് പറയുന്നത് നമുക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു വീക്ക്ലി ബേസിസിലായിരിക്കും മാർക്കറ്റ് ഓടുന്നത്, ഒരു ഡെയിലി ബേസിസിലായിരിക്കില്ല മാർക്കറ്റ് ഓടുന്നത്. അതുകൊണ്ടിട്ട് തന്നെ അതിൻ്റെ പ്രോഫിറ്റ് ബുക്കിംഗ് നാളെ നടക്കാനായിട്ടുള്ള ഹൈ പോസിബിലിറ്റി നാളെ നമ്മൾ കാണാം. ഓക്കെ, അതുകൊണ്ടിട്ട് നമ്മൾ എന്താ പറയുക, സെൽ സൈഡിലോട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് 2680 എത്തുമ്പോൾ അവിടെ റെസിസ്റ്റ് ചെയ്ത് താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടിട്ട് തന്നെ സെൽ സൈഡിലോട്ട് നിൽക്കുന്ന ആൾക്കാർ ഉറപ്പായിട്ടും സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് തന്നെ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ളത്. ഓക്കെ, നമുക്കൊരു ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ഒന്ന് റീട്രേസ് ചെയ്ത് 2630 ലെവലിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് അവിടെ ബൈ ചെയ്യാം. 2622 താഴെയായിട്ട്, അതും കഴിഞ്ഞ 2618 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ബെറ്റർ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും അത്. 2617, 2616 നിങ്ങൾക്ക് എത്രമാത്രം റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള നിങ്ങളുടെ ഇതനുസരിച്ചിട്ട് വേണം നിങ്ങളത് ചൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അതായിരിക്കും ഏറ്റവും നല്ലൊരു ബൈ പോയിന്റ്. ഇല്ലെങ്കിൽ 2650 അടുത്ത് വരാൻ നേരത്ത് ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ 0.3 ലോട്ടിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്നൊരു ബൈ ചെയ്ത് പോകാം എന്നുള്ളതാണ്. കാരണം ഇന്നത്തെ ദിവസം 2650 താഴെയായിട്ട് മാർക്കറ്റ് പോയിട്ടില്ല എന്നുള്ളൊരൊറ്റ കാര്യം കൊണ്ടിട്ടും നമുക്ക് സ്റ്റോപ്പ് ലോസ് 2642, അതായത് ഇന്നലത്തെ മെനഞ്ഞാന്നത്തെ ഹൈ ആയിരുന്നു 2642 താഴെ 2640, 2638 ലെവലിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 2675 വരെ നമുക്ക് ടേക്ക് പ്രോഫിറ്റും വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ 2 ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാനുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് മാർക്കറ്റ് ഡിസ്കഷനകത്ത് പറയാനായിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താ പറയുക, നമ്മുടെ ഈ ഒരു ഫോറക്സ് ട്രേഡിംഗ് ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാർക്കറ്റ് ഡിസ്കഷനിൽ എന്താ പറയുക, നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പറും എൻ്റെ ഇൻസ്റ്റാഗ്രാം ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ബാക്കി കാര്യങ്ങൾ ഞാൻ അതിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ബാക്കി കാര്യങ്ങൾ ഞാൻ അതിൽ ഡീൽ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള എനിക്ക് നിങ്ങളടുത്ത് പറയാൻ ഇന്നത്തെ ദിവസം. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണാം. ബൈ.